പേഴ്സണൽ ഫൈനാൻസ് സീരീസ് ക്ലാസ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തിന് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ജേണി എവിടെ തുടങ്ങണം, എത്ര നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നിങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ നമുക്ക് സംസാരിക്കാനുള്ളത് എവിടെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളതിന്റെ ഉത്തരമാണ്. ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് പ്രധാനമായിട്ടും 4 അസറ്റ് ക്ലാസ്സസ് ആണുള്ളത്: ഇക്വിറ്റി, ബോണ്ട്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്. ക്ലാസ് 2ൽ നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് 1. എന്താണ് അസറ്റ്, 2. എന്തൊക്കെ തരം അസറ്റുകൾ ഉണ്ട്, 3. എത്ര കാലത്തേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണം, 4. എന്താണ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ഇൻവെസ്റ്റിംഗ്, 5. എന്താണ് അസറ്റ് അലോക്കേഷൻ. ഞാൻ നിഖിൽ കാരോത്ത്. വെൽക്കം ടു പെർക്യാപ് പേഴ്സണൽ ഫൈനാൻസ് അക്കാദമി. അനന്തു എന്നോട് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഉത്തരം കിട്ടണമെങ്കിൽ എന്താണ് ഒരു അസറ്റ് എന്ന് അനന്തുവിന് മനസ്സിലാവണം. അസറ്റ് എന്നാൽ ഇപ്പോഴും ഭാവിയിലും മൂല്യമുള്ള ഒരു വസ്തു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങളൊരു 50,000 രൂപ കൊടുത്ത് ഒരു സാധനം വാങ്ങിച്ചു. 2 വർഷങ്ങൾക്ക് ശേഷം അതിനെ 70,000 രൂപയ്ക്ക് വിൽക്കാൻ കഴിയുമെങ്കിൽ അതൊരു അസറ്റാണ്. ഫസ്റ്റ് അസറ്റ് ക്ലാസ് ഗോൾഡ്. പണ്ട് കാലം തൊട്ട് തന്നെ ഗോൾഡിനെ ഒരു പ്രഷ്യസ് മെറ്റലായിട്ട് കണ്ടുവരുന്നുണ്ട്. ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമുക്ക് ഒരുപാട് വഴികളുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഗോൾഡ് ETF, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട്സ്, ഇനി അതല്ലെങ്കിൽ ഫിസിക്കൽ ഗോൾഡ്. രണ്ടാമത്തെ അസറ്റ് ക്ലാസ് റിയൽ എസ്റ്റേറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യം. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ പ്രധാനമായിട്ടും 2 രീതിയിലാണ് നമുക്ക് റിട്ടേൺസ് കിട്ടുക. ഒന്ന്, ഒരു പ്രോപ്പർട്ടി വാങ്ങി അതിനെ കൂടിയ വിലയ്ക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം. രണ്ടാമത്തത് റെന്റൽ ഇൻകം. അപ്പൊ അനന്തു ചോദിച്ചൊരു സംശയം, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ലക്ഷങ്ങളോ കോടികളോ ഒക്കെ വേണ്ടേ? നിങ്ങൾക്കറിയോ, റിയൽ എസ്റ്റേറ്റിൽ പുതിയൊരു ഇൻവെസ്റ്റ്മെന്റ് രീതിയുണ്ട്, റീഡ്സ്, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. റിയൽ എസ്റ്റേറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റ് പോരായ്മകളെ പരിഹരിക്കാൻ വേണ്ടിയിട്ട് പുതുതായിട്ട് വന്നൊരു ഇൻവെസ്റ്റ്മെന്റ് രീതിയാണ്. ഇതിൽ വളരെ ചെറിയൊരു തുക വെച്ചിട്ട് തന്നെ നമുക്ക് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് പോസിബിൾ ആണ്. അടുത്ത അസറ്റ് ക്ലാസ് ആണ് ഇക്വിറ്റി. ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ ഓണർഷിപ്പ്. അപ്പോൾ നമ്മൾ ഈ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വഴി നമ്മൾ ഭാഗികമായ ഒരു കമ്പനിയുടെ ഓണർഷിപ്പ് വാങ്ങുകയാണ്. താരതമ്യേന നല്ല റിട്ടേൺസ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ. നല്ല റിട്ടേൺസ് കിട്ടുമ്പോൾ തന്നെ നല്ല റിസ്ക്കും ഉണ്ടാവും. ഇക്വിറ്റിയിലും 3 രീതിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് സ്റ്റോക്ക്, രണ്ടാമത്തത് മ്യൂച്വൽ ഫണ്ട്സ്, മൂന്നാമത്തത് ETF. അവസാനമായിട്ട് ബോൺസ്. ബോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ ഗവൺമെന്റിനോ മറ്റ് കോർപ്പറേറ്റ് കമ്പനികൾക്കോ കടമായിട്ട് കൊടുക്കുക. കടമായിട്ട് കൊടുക്കുമ്പോൾ വർഷാവർഷം നിങ്ങൾക്കൊരു ഫിക്സഡ് റിട്ടേൺസ് കിട്ടും. വളരെ റിസ്ക് കുറവാണ്. റിസ്ക് കുറവായതുകൊണ്ട് തന്നെ റിട്ടേൺസും കുറവായിരിക്കും. ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ അനന്തു ഒരു കാര്യം തീരുമാനിച്ചു, ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം, നല്ല റിട്ടേൺസ് കിട്ടുമല്ലോ. പക്ഷേ അനന്തുവും അതേപോലെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം, ഓരോ വർഷങ്ങൾ എടുക്കുകയാണെങ്കിൽ ഓരോ അസറ്റ് ക്ലാസ് ആയിരിക്കും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ എല്ലാ പണവും കൂടി ഒരൊറ്റ അസറ്റ് ക്ലാസ്സിൽ കൊണ്ടുവന്നിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഇത് കേട്ട അനന്തു വളരെ ക്യൂരിയസ് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഏത് അസറ്റ് ക്ലാസ്സിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അനന്തുവിനെ പോലെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഓരോ വ്യക്തിയും മനസ്സിലാക്കണം അസറ്റ് അലോക്കേഷനെ കുറിച്ച്. ഓരോ അസറ്റ് ക്ലാസിന്റെ റിസ്ക്കും പെർഫോമൻസും മുൻനിർത്തിക്കൊണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ പല ഡിവിഷൻസ് ആക്കിയിട്ട് ഓരോ അസറ്റ് ക്ലാസ്സിലും വ്യത്യസ്ത പേഴ്സൻറ്റേജിൽ വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ. ഇത് കേട്ട ആനന്ദു, ഈ 4 അസറ്റ് ക്ലാസ്സസിലായിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഒരിക്കലുമല്ല, ഒരുപാട് അസറ്റ് ക്ലാസ്സസ് വേറെയുണ്ട്. അപ്പോൾ ഇതിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് കൺസിഡർ ചെയ്യുന്നതിന് മുൻപ് ഇതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് പഠിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. പിന്നെ ആനന്ദു എൻ്റെ അടുത്ത് ചോദിച്ച പ്രസക്തമായിട്ടുള്ള മറ്റൊരു ചോദ്യം, എത്ര കാലത്തേക്കാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ അനന്തുവിന് ഞാൻ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചും ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സിനെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കി. ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതാനും ആഴ്ചകൾ മുതൽ ഏതാനും മാസങ്ങൾ വരെ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതി. നേരെ മറിച്ച് 3 വർഷമോ 5 വർഷമോ 10 വർഷമോ ഒരു വലിയ കാലയളവിലേക്കാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കും. കാലയളവ് ഓരോ ആവശ്യങ്ങൾക്കും ഓരോ വ്യക്തികൾക്കും അനുസരിച്ച് ഡിഫറൻ്റ് ആയിരിക്കും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, നിങ്ങൾക്കൊരു വെക്കേഷനോ, ഇനി അതല്ലെങ്കിൽ ഒരു ഫോൺ വാങ്ങണം, ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുടെ ഇൻകത്തിൻ്റെ കൂടെ നിങ്ങൾക്കൊരു എക്സ്ട്രാ സോഴ്സ് ഓഫ് ഇൻകം വേണം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കും പ്രിഫർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ നിങ്ങളുടെ റിട്ടയർമെന്റ്, വീട് വെക്കുന്നത്, ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ്സ് ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്. ഇൻവെസ്റ്റ്മെന്റിന് തയ്യാറായിരിക്കുന്ന ആനന്ദു പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കുന്ന മറ്റൊരു കാര്യമാണ് എമർജൻസി ഫണ്ട്. എമർജൻസി ഫണ്ടിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ
ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളും ചോദിക്കാനുള്ള കാര്യങ്ങളും കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. സോ ഐ വിൽ മീറ്റ് യു ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ്.